ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടൊരു കാര്യമാണ് കർമ്മയെക്കുറിച്ചിട്ട് സംസാരിച്ചതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്. കർമ്മയിൽ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പം ഞാൻ പക്ഷേ എനിക്കതിൽ കൺവിൻസ്ഡ് അല്ല. കർമ്മ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് ക്വസ്റ്റ്യനബിൾ ആണ്. അതുകൊണ്ട് തന്നെ പക്ഷെ എന്നാൽ താങ്കളുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്കും ആഗ്രഹിക്കാത്ത സിറ്റുവേഷനിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായ കർമ്മങ്ങളുടെ ഫലമായിട്ട് തന്നെയാണോ കരുതുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായിരിക്കും അങ്ങനത്തെ ഒരു കർമ്മം? ഓക്കെ, അവിടെ ന്യൂട്ടൺസ് തേർഡ് ലോ സയൻസ് ആണ്. എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. റൈറ്റ്. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഏത് കാര്യവും നമുക്ക് തിരിച്ച് അതേപടി തന്നെ വരും, അതേ ഫോഴ്സിൽ തന്നെ വരും. അത് ഞാനൊരാൾക്ക് നല്ലത് ചെയ്താൽ എനിക്ക് നന്മ വേറെ സൈഡിൽ നിന്ന് വരും, ഞാൻ ഒരാളെ ദ്രോഹിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ സൈഡിൽ നിന്ന് വരും. പക്ഷെ മനസ്സിലാക്കാത്ത ഒരു കാര്യം, എനിക്ക് വിഷമം വരുമ്പോൾ മാത്രം ഞാൻ ഇതിനെ അസസ് ചെയ്യണം, നല്ലത് വരുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നില്ല? എനിക്ക് കിട്ടിയ നന്മ ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞ മൾട്ടിപ്പിൾ പ്രൊഫഷൻസ് ഓർത്ത് വയ്ക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ എവിടെയെങ്കിലൊക്കെ എനിക്ക് വേദന ഉണ്ടാവും. അതായിട്ട് മാത്രം ഞാൻ അതൊരു കർമ്മഫലമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കർമ്മം മോശമായിട്ടുള്ളതും ചെയ്തിട്ടുണ്ടാവണ്ടേ? തീർച്ചയായിട്ടും. കർമ്മ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സിമ്പിൾ ഒരു ആസ്പെക്റ്റ് തന്നെ എടുക്കാം. ആസ് ഇഫ് യു ആർ ഹണ്ടിങ് നമ്മൾ എയ്യുന്ന ഒരു അമ്പ് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ബുള്ളറ്റ്, അതൊന്ന് വഴി തെറ്റിയാൽ എന്തായിരിക്കും റിസൾട്ട്? കറക്റ്റ് ഡെസ്റ്റിനേഷൻ പോയി എത്തണം നിർബന്ധമില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വി ആർ ജസ്റ്റ് ഹ്യൂമൻസ്. നമുക്ക് മിസ്റ്റേക്ക് വരും, അതിൻ്റെ റിയാക്ഷൻ തിരിച്ചു വരികയെന്ന് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ലെറ്റ്സ് സേ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഞാൻ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെട്ടു, അതെൻ്റെ കർമ്മ, ഞാൻ ചെയ്തു. ചിലപ്പോൾ അത് ആഴ്ചകൾ കഴിഞ്ഞോ ചിലപ്പോൾ മാസം കഴിഞ്ഞിട്ടോ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നു, ആ കർമ്മയുടെ റിയാക്ഷനായി ഇല്ലേ? ഇതെല്ലാ ലൈഫിലും ഉണ്ടാവും. വാട്ട് യു ഗിവ് യു വിൽ ഗെറ്റ് ബാക്ക്. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ് ബാക്ക് ദെൻ യു ആർ വെയിറ്റിംഗ് ഫോർ സംതിങ് ബെറ്റർ. കാരണം ഇപ്പോൾ കൊടുക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ചില ആൾക്കാരെ നമ്മൾ ഒത്തിരി സ്നേഹിച്ച് അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും, അവർ വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോകും. സിമ്പിളായിട്ട് നിങ്ങളുടെ ഭാഷയിൽ, ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പ് അല്ലേ? ആ തേപ്പിനൊരു റിസൾട്ട് ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ? അറിയില്ല. വരും, തീർച്ചയായിട്ടും. ആ തേപ്പിന് തിരിച്ചൊരു തേപ്പ് വരും. എവിടെയോ കുഞ്ഞുമോൾ കഷ്ടപ്പെട്ടതിന് ഷീ ഡിസേർവ്സ് മച്ച് ബെറ്റർ ലൈഫ്. അത് കർമ്മയല്ലേ? ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ വി ആർ ലക്കി ഫോർ ഈച്ച് അതർ ഇല്ലേ? ഇത്രയും കാലം ഞങ്ങളെ ആരൊക്കെ വേണ്ടാന്ന് പറഞ്ഞു, രണ്ട് സൈഡിലും അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ ബോൾഡായിട്ട് പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞു, അതിന് അക്സെപ്റ്റൻസ് വരുന്നത് കർമ്മ തന്നെയല്ലേ? എവിടെയോ ചീത്ത പറയുന്ന ആൾക്കാരെ അവരെ ചീത്ത പറയാൻ എവിടെ നിന്നോ വേറെ ആൾക്കാർ വരുന്നില്ല. ഇസ് ഇറ്റ് നോട്ട് കർമ്മ? സോ അങ്ങനെ നോക്കുമ്പോൾ ലൈഫ് ഇങ്ങനെ ഒരു കാർമിക് സൈക്കിളിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാർമിക് സൈക്കിളിൽ ആട് പുല്ല് തിന്നും, ആടിനെ പുലി തിന്നും, പുലി മരിക്കുമ്പം ബാക്ടീരിയ അതിനെ തിന്നും, അതിൻ്റെ എനർജി തിരിച്ച് പുല്ലിലേക്ക് വരും. ഇതിന് പണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞത് ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവ്വദേവ നമസ്കാര കേശവം പ്രതിഗച്ഛതി. എങ്ങനെയാണോ അരുവിയിലുള്ള വെള്ളം നീരാവിയായി മേഘമായി മഴ പെയ്ത് തിരിച്ചരുവിയായി പോകുന്നത് അല്ലെങ്കിൽ കടലിലേക്ക് പോകുന്നത്, അതുപോലെ ഈ സൈക്കിൾ കീപ്സ് കണ്ടിന്യൂ. പിന്നെയും ആട് പുല്ല് തിന്നും, പുലി ആടിനെ തിന്നും, പുലി മരിക്കും, ബാക്ടീരിയ, പിന്നെയും അത് പുല്ലാവും. ഈ സൈക്കിൾ തന്നെയാണ്. ശരി, അപ്പം ഡൗട്ട് ക്ലിയർ.